ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ഔദ്യോഗിക മാധ്യമ വിഭാഗമായിരിക്കുന്ന JSC ന്യൂസിൻ്റെ ക്രൂശിനരികെ എന്ന തിരുവചന ധ്യാന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ നോമ്പിൻ്റെ വ്രതവിശുദ്ധിയുള്ള നാളുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. നോമ്പിൻ്റെ 6ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ്. നോമ്പിൻ്റെ 6ാമത്തെ ഞായറാഴ്ച നമുക്ക് പരിശുദ്ധ സഭ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ജീവിതത്തിൽ പാലിക്കുവാനുമായി ക്രമീകരിച്ച് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വേദഭാഗമാണ്. സമയോ ഞായർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ദിവസം കർത്താവ് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യന് ശാബത ദിവസത്തിൽ അവൻ്റെ കണ്ണിന് കാഴ്ച നൽകി അവനെ കാഴ്ചയുടെ പ്രകാശത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ക്രിസ്തു ആനയിക്കുന്നതാണ് ഇന്നത്തെ വേദഭാഗം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാഠം. ഈ വേദഭാഗം നൽകുന്ന പ്രധാനപ്പെട്ട ആത്മീയ സന്ദേശം ക്രിസ്തുവിനെ പോലെ നമ്മളും കാഴ്ച നൽകുവാൻ വേണ്ടി അന്ധത മാറ്റുവാനായി വിളിക്കപ്പെട്ടവരാണെന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 3 തലത്തിലുള്ള അന്ധത മാറ്റി കാഴ്ച നൽകണമെന്ന് ക്രിസ്തു നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നു. ഈ വേദഭാഗത്തിൻ്റെ 1ാമത്തെ ധ്യാന സന്ദേശം ശാരീരികമായ അന്ധത മാറ്റുന്നവരായി നമ്മൾ മാറുക. പ്രിയമുള്ളവരെ, കർത്താവ് അനേകം കുരുടർക്ക് സൗഖ്യം നൽകി കാഴ്ച നൽകിയെങ്കിൽ നമുക്ക് ഒരു അന്ധനെങ്കിലും കാഴ്ച നൽകുവാൻ ഈ ജീവിതം കൊണ്ട് സാധ്യമാണ്. ദൈവം ദാനമായി നമുക്ക് നൽകിയ കണ്ണുകൾ നമ്മുടെ മരണശേഷം നൽകുന്നതിലൂടെ ഈ ഭൂമിയിൽ അന്ധതയുടെ വേദനയുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് കാഴ്ച നൽകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാണ്. കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിൽ പരിപൂർണമായ അന്ധത ബാധിച്ച് ഇരുട്ടിൽ ഉടറുന്നവരാണ്. ഇന്ത്യയിൽ 80 ലക്ഷം പേർ പൂർണ്ണമായും അന്ധത ബാധിച്ചവരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഭാഗികമായ അന്ധത ബാധിച്ചവർ 6 കോടിയിൽ പരം വരും. ക്രിസ്തുവിനെ പോലെ നാമും ഇവരിൽ ഒരാൾക്കെങ്കിലും കാഴ്ച നൽകണമെന്ന് ക്രിസ്തു പ്രത്യേകമായിട്ട് ഈ ഞായറാഴ്ച വേദഭാഗത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഈ ആഴ്ചയിൽ നാം എടുക്കേണ്ട ഏറ്റവും പുണ്യപ്പെട്ട തീരുമാനമായിരിക്കും, എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ഒരന്ധനെങ്കിലും കാഴ്ച നൽകുന്നവനായി ഞാൻ മാറും. ധാരാളം പേർ കണ്ണ് ദാനം ചെയ്യുവാൻ സമ്മതപത്രമൊക്കെ ഒപ്പിട്ട് നൽകാറുണ്ട്, ആഗ്രഹവും പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ബന്ധുക്കൾക്ക് ഈ കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ടും നമ്മുടെ മരണശേഷം അവർ തയ്യാറാകാത്തതുകൊണ്ടും പലപ്പോഴും നമ്മളിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും നടക്കാതെ പോകുകയാണ്. അതുകൊണ്ട് ഈ ആഴ്ചയിൽ നമ്മുടെ മരണശേഷം നമ്മുടെ കണ്ണുകൾ ദാനം ചെയ്യുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നതോടൊപ്പം അത് നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുവാൻ എന്തൊക്കെ സംഭവിച്ചാലും സാധിക്കുമെങ്കിൽ നമ്മുടെ കണ്ണുകൾ മരണശേഷം ദാനം ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തേണ്ട ഒരാഴ്ച കൂടിയാണ് ഈ ആഴ്ച എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 6 മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അതെടുക്കുവാൻ വേണ്ടി ശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടേഴ്സ് നമ്മുടെ വീട്ടിൽ വരും, അവർ വീട്ടിൽ വെച്ച് തന്നെ അതെടുക്കും. കണ്ണിലിൻ്റെ കൃഷ്ണമണിക്ക് പുറമേയുള്ളൊരു പാടയാണ് ഈ പറയുന്ന കോർണിയ. ആ കോർണിയ എടുത്തു കഴിഞ്ഞാൽ അതെടുത്തു എന്നുള്ളൊരു അടയാളം പോലും അവിടെ അവശേഷിക്കുന്നില്ല. ക്രിസ്തു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം, സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹമാർക്കുമില്ല. ജീവൻ നാം നൽകേണ്ട. ജീവൻ പോയി കഴിയുമ്പോൾ നമ്മുടെ കോർണിയ അത് ഈ ഭൂമിയിൽ അന്ധത ബാധിച്ച ഒരാൾക്കോ 2 ആൾക്കോ നമ്മൾ ദാനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ പോലെ അന്ധർക്ക് കാഴ്ച നൽകുന്നവരായി നമ്മളും മാറ്റപ്പെടുകയാണ്. അങ്ങനെ ഈ ഭൂമിയിൽ ശാരീരിക അന്ധതയ്ക്ക് പരിഹാരമുണ്ടാക്കുവാൻ നമ്മെ കൊണ്ടാകുന്ന വിധം പരിശ്രമിക്കുവാൻ തീരുമാനമെടുക്കേണ്ട പുണ്യപ്പെട്ട ഞായറാണ് ഈ ഞായറാഴ്ച എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെടട്ടെ. ഈ വേദഭാഗം നൽകുന്ന 2ാമത്തെ സന്ദേശം മനസ്സിൻ്റെ അന്ധത മാറ്റുക. ഇന്ന് ലോകത്ത് ശാരീരികമായ അന്ധതയുള്ളവരെക്കാൾ കൂടുതൽ
മനസ്സിന് അന്ധതയുള്ളവരാണ് ഏറ്റവും അധികം. മനസ്സിൻ്റെ കാഴ്ചയും ദൂരക്കാഴ്ചയും നഷ്ടപ്പെട്ടു പോയ ആളുകൾ നിരവധിയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും പരാജയങ്ങളും ദുരന്തങ്ങളും കഷ്ടതകളും സഹനങ്ങളും മാരകമായ രോഗങ്ങളും പ്രതീക്ഷയ്ക്ക് വിപരീതമായ വേദനാജനകമായ അനുഭവങ്ങളും കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സിൽ അന്ധത ബാധിക്കുന്ന ആളുകളുടെ എണ്ണം നിരവധിയാണ്, അനവധിയാണ്. മുന്നിൽ വലിയ അന്ധകാരമാണ്, അവിടെ മുന്നിൽ വലിയ ശൂന്യത മാത്രമാണ്. അവർക്ക് മുന്നിലൊരു വഴി അവർ കാണുന്നില്ല. ഭാവി ശൂന്യമാണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. പ്രത്യാശയുടെ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് അവരുടെ മനസ്സിൽ നിരാശയുടെ അന്ധത ബാധിക്കുകയാണ്. അത്തരം വ്യക്തികൾ പലപ്പോഴും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരായി മാറുവാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർ നിരാശയിലേക്ക് ഒളിച്ചോടുന്നു, ചിലർ ആത്മഹത്യകളിലേക്ക് ഒളിച്ചോടുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളനുസരിച്ച് 2022 1,71,000 പേരാണ് ആത്മഹത്യ ചെയ്തത് ഇന്ത്യയിൽ. 2024 ഇത് 2 ലക്ഷത്തിന് മുകളിൽ വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ആത്മഹത്യ ചെയ്യുന്നവരെക്കാൾ കൂടുതലാണ് ആത്മഹത്യാ ശ്രമം നടത്തി ഗുരുതരമായ അവസ്ഥകളിലായി മാറുന്നവർ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രയാസങ്ങളിൽ പ്രഗത്ഭരായ ആളുകൾ പോലും ആത്മഹത്യയിലൂടെ ഈ ലോകത്തോട് വിട പറയുന്നത് വളരെ വേദനാജനകമായ വാർത്തകളായി നമ്മുടെ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു അമ്മ 2 പെൺകുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് റെയിൽവേ ട്രാക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മരണത്തിലേക്ക് പോയതൊക്കെ നമ്മൾ വേദനയോടെ തിരിച്ചറിയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനമായും ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കുടുംബ പ്രശ്നങ്ങൾക്കും സാമ്പത്തികമായ തകർച്ചകൾക്കും പ്രണയ നഷ്ടങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരമായി അനേകർ കാണുന്നത് ഇന്ന് ആത്മഹത്യയാണ്. എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യ പെരുകാൻ കാരണം? മനസ്സിൻ്റെ അന്ധതയാണ് അതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അവരൊരു പരിഹാരം അവരുടെ മുന്നിൽ കാണുന്നില്ല. പ്രശ്നങ്ങൾ രാത്രി എത്ര വൈകിയാലും പരിഹാരത്തിൻ്റെ പ്രഭാതം പൊട്ടിവിരിയുമെന്നുള്ള പ്രത്യാശ നിർഭരമായ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തക്ക സമയത്ത് നൽകുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ആത്മഹത്യകളെ കുറയ്ക്കുവാനും അതില്ലായ്മ ചെയ്യുവാനും നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ ഒരമ്മയും കുഞ്ഞിനെയും കാണുന്നുണ്ട്. ഹാഗാർ എന്നാണ് അമ്മയുടെ പേര്, കുഞ്ഞിൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. ഇവരെ സംരക്ഷിക്കേണ്ട അബ്രഹാമും സാറായും അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുകയാണ്. കുട്ടി മരുഭൂമിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ഹാഗാറിന് മുന്നിൽ ഒരു വഴിയുമില്ല. അവളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. മരുഭൂമിയാണ്, എങ്ങനെ മുന്നോട്ട് പോകും? ആരും സംരക്ഷണമില്ല, മരണം മാത്രമാണ് മുന്നിൽ. അവിടെ ദൈവം ഒരു ദൂതനെ അയക്കുകയാണ്. ദൂതൻ പറയുന്നു, ഹാഗാറെ, നീ ഭയപ്പെടേണ്ട, ബാലന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ദൈവം അവനെ വലിയ ജാതിയാക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ബാലനെ കുടിപ്പിച്ചു, അവൻ വലിയ ജാതിക്ക് പിതാവായി മാറി. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഹാഗാറിനെ പോലെ മനസ്സ് തളർന്നു പോകുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാണ് ആത്മഹത്യ വാർത്തകളിലൂടെയെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മുന്നിൽ ശൂന്യത മാത്രമാണ്. അവരുടെ മുന്നിൽ ഒരു വഴിയില്ലാതായി മാറുകയായിട്ട് അവർക്ക് തോന്നിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, അവരുടെ അടുക്കലേക്ക് ദൈവം അയക്കുന്ന ദൈവദൂതന്മാരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ദിവസത്തിൽ നമ്മളെടുക്കേണ്ട വളരെ ഗൗരവമായ തീരുമാനമാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ജീവിത നിരാശയുണ്ടാകുമ്പോൾ, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ വെളിച്ചം നൽകുന്ന, മനസ്സിന് കാഴ്ച നൽകുന്ന, അവരുടെ അന്ധത മാറ്റുന്ന, പ്രത്യാശയുടെ കാഴ്ചയും ഉൾക്കാഴ്ചയും പകരുന്നവരായി ഞങ്ങൾ മാറുമെന്ന് തീരുമാനമെടുക്കുമ്പോൾ മനസ്സിൻ്റെ അന്ധത മാറ്റുന്ന ദൈവമക്കളായി നമ്മൾ മാറുകയാണ്. ഈ വേദഭാഗം നൽകുന്ന 3-ാമത്തെ സന്ദേശം ആത്മീയ അന്ധത മാറ്റുക എന്നതാണ്. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അന്ധതയാണ് ആത്മീയ അന്ധത. നിത്യതയുടെ വെട്ടം, നിത്യജീവിതം എന്ന വെളിച്ചം ആ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയവരാണവർ. ഈ ലോക ജീവിതം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്, ഒരു നിത്യജീവിതമുണ്ട് എന്നൊരു ബോധ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. സത്യത്തിൽ വിശ്വാസ വെളിച്ചം ചോർന്നുപോയി. അവരുടെ ജീവിതത്തിൻ്റെ ഫിലോസഫി എങ്ങനെയും സമ്പത്ത് ആർജിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക.
അടിച്ചുപൊളിയുടെ, അതിഭൗതികതയുടെ, ആർഭാടത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ആസക്തികളുടെയും ജീവിത ശൈലിയിൽ മുന്നേറി ജീവിതത്തെ അവർ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. ഇവരുടെ കാഴ്ചപ്പാട് ഈ ലോക ജീവിതത്തോടുകൂടെ എല്ലാം തീരും, ഇതിനപ്പുറത്ത് ഒന്നുമില്ലെന്നുള്ളതാണ്. നിത്യതയെ ഇവർ ഗൗരവമായി കാണുന്നു പോലുമില്ല. ആത്മീയ അന്ധത ബാധിച്ചവർ ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒന്നും ഗൗരവമായി കാണുന്നില്ല. വിശ്വാസ കണ്ണാൽ കാണാനായിട്ടുള്ള കാഴ്ച അവരുടെ ആത്മാവിന് നഷ്ടപ്പെട്ടു പോയി. ഇവര് ഇന്ന് ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര ആരോഗ്യവാനാണെങ്കിലും ഈ ഭൂമിയിൽ ഒരു 40,000 ദിവസത്തിൽ കൂടുതൽ ജീവിക്കാനാവില്ലെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ശാശ്വതമായ ജീവിതമാണ് നിത്യജീവിതം. നമ്മുടെ ശാശ്വതമായ ജീവിതം നിത്യതയിലാണ്. ആ നിത്യതയെ, ദൈവരാജ്യത്തെ ഗൗരവമായി എടുക്കാത്തവർക്ക് നിത്യതയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയുടെ കാഴ്ചപ്പാട് അത് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ദൗത്യമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ, നിത്യതയുടെ ഈ വെളിച്ചം പ്രാപിച്ച പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ അരുളി ചെയ്യുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അതിഭൗതികരുടെ സംസ്കാരത്തിൽ അഭിരമിക്കുന്നവർ, ദൈവീക മൂല്യങ്ങൾ ഗൗരവമായി കാണാതെ അവഗണിക്കുന്നവർ, ആർഭാടത്തിൽ, ആസക്തികളിൽ, ലഹരികളിൽ ജീവിതം ആഘോഷിക്കുന്നവർ, അക്രമത്തിലും അശുദ്ധിയിലും ജീവിതത്തെ കൊണ്ടുപോകുന്നവർ, സത്യത്തിൽ ഇങ്ങനെയുള്ളവർ ശരിക്കും ആത്മീയമായ അന്ധത ബാധിച്ചവരല്ലേ? ചിലപ്പോഴൊക്കെ നമ്മളിലും ആത്മീയ അന്ധത കടന്നു വരാറില്ലേ? ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമില്ല, നിത്യത എന്നുള്ളത് അത് അങ്ങനെ ഒരു സത്യമില്ല എന്ന ചിന്ത ഇടയ്ക്കൊക്കെ നമ്മുടെ ഉള്ളിലും കടന്നു വരുന്നില്ലേ? എങ്കിൽ ഈ ഞായറാഴ്ച നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, ദൈവമേ, ആത്മീയമായ അന്ധത മാറ്റി നിത്യതയെക്കുറിച്ചുള്ള വെളിച്ചത്തോടുകൂടെ ജീവിതത്തെ ദൈവരാജ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ ലഭിപ്പാനായി, ഒപ്പം തന്നെ ഈ ദൈവരാജ്യത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയവർക്ക് ആത്മീയമായ ഉൾക്കാഴ്ചയും കാഴ്ചപ്പാട് നൽകുവാനായി നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഇന്നത്തെ വേദഭാഗം നമുക്ക് നൽകുന്ന 3 ആത്മീയ ചിന്തകൾ: മരണാനന്തരം കണ്ണ് ദാനം ചെയ്തുകൊണ്ട് അന്ധരുടെ ശാരീരികമായ അന്ധതയെ മാറ്റുക, നിരാശയിലേക്ക് നിബന്ധിച്ചു പോയവർക്ക് പ്രത്യാശ പകർന്ന് അവരുടെ മനസ്സിൻ്റെ അന്ധത മാറ്റി അവർക്ക് ഉൾക്കാഴ്ച പകരുക, വിശ്വാസം നഷ്ടപ്പെട്ട് ആത്മീയമത അന്ധത ബാധിച്ചവർക്ക് നിത്യതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ആത്മീയമായി കാഴ്ചപ്പാട് നൽകിക്കൊണ്ട് വിശ്വാസ കണ്ണ് തുറപ്പിച്ച് ആത്മീയ അന്ധത മാറ്റി അവരെ ആത്മീയ വെളിച്ചമുള്ളവരാക്കി മാറ്റുക. ഈ വചനം നമ്മിലും പ്രാവർത്തികമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാട്ടെ. ആമേൻ.